ചെറുപയർ തോരൻ വെക്കുന്നതിന് 1 ഗ്ലാസ് ചെറുപയർ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കുതിർത്തിട്ടൊന്നുമില്ല. ഇനി അതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ആ ചെറുപയറിൻ്റെ ഒപ്പം തന്നെ വെള്ളം മതി. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുക്കർ മൂടി വെച്ച് ഒരു 4 വിസിൽ വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്യാം. ഒരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 6 ചെറുള്ളി ചെറുതാക്കി അരിഞ്ഞത്. ഒരു 2 മിനിറ്റ് ഈ എണ്ണയിലിട്ടൊന്ന് ചെറിയ ഫ്ലെയിമിലൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരും. വറ്റൽ മുളകും ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം നന്നായി കുറച്ച് വെക്കണം. മുളക് പൊടിയുടെ മണം ഒന്ന് മാറി വരുമ്പോൾ, പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്ലെയിം ഏറ്റവും കുറച്ചാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പയർ തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിനും കഞ്ഞിക്കും പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ് ഈ ഒരു പയർ തോരൻ. അത്യാവശ്യം ഒരു ചെറിയ എരിവൊക്കെ ഉണ്ട്. പുളിശ്ശേരി അല്ലെങ്കിൽ മോരുകാച്ചി ഇതൊക്കെ ഉള്ള ദിവസം അതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ പയർ തോരൻ. പയറൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായ കൂട്ടുകാർ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം.